ഇന്ന് നമുക്കൊരു യാത്ര പോവാം. അങ്ങനെ ഇന്ന് പോകുന്നത് അബുദാബി ടെമ്പിളിലേക്കാട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ വന്നിട്ട് രണ്ടാമത്തെ വട്ടമാണ് ഈ പോകുന്നത് ഈ അമ്പലത്തിലേക്ക്. നമ്മൾ മുന്നേ ഇതിലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തലേദിവസം തന്നെ നമ്മൾ എമിറേറ്റ്സ് ഐഡിയോ പാസ്പോർട്ട് വെച്ച് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ കാലത്ത് തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയായി പോവാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്, കാരണം കുറച്ച് ട്രാവലിംഗ് ഉണ്ട്. നമ്മൾ പോകുന്നത് ബസ്സിലാണ്. ഇവിടുത്തെ ബസ് പിന്നെ പറയേണ്ട കാര്യമില്ല, അത്രയും കംഫർട്ടാണ് നമുക്ക്. ആ കാണുന്നത് ബസ് സ്റ്റോപ്പാട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ ഈ റോസും അതുപോലെ തുളസിയൊക്കെ കണ്ട് ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്ത് നിന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു വെള്ളമൊക്കെ എടുത്ത് അമ്പലത്തിൻ്റെ അകത്തേക്ക് കടന്നു. ഇവിടേക്ക് എത്തണമെങ്കിൽ തന്നെ പുറത്ത് കുറച്ച് സെക്യൂരിറ്റി പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം അകത്ത് എത്താൻ. അങ്ങനെ നമ്മൾ അമ്പലം എത്തിയിരിക്കുകയാണ്. ടോട്ടലി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ അങ്ങനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു അമ്പലം കേട്ടോ ഇത്. അകത്തെ വീഡിയോ എടുക്കാൻ യാതൊരു നിവൃത്തിയില്ല. ഫോൺ പൊക്കി പിടിച്ചാൽ തന്നെ അവിടുത്തെ സെക്യൂരിറ്റീസ് ആ ഫോൺ മാറ്റാൻ പറയും. അവിടെ 4 ചുറ്റും എഴുതി വെച്ചിട്ടുണ്ട് ക്യാമറ അലൗഡ് അല്ലാന്ന്. അതുകൊണ്ട് അവിടുത്തെ എടുക്കാൻ ഒരു നിവൃത്തിയില്ല. പുറത്തുതാ ചുറ്റോട് ചുറ്റും ഇതുപോലുള്ള ശില്പങ്ങളാട്ടോ. ഇതിലെ മിക്ക ശില്പങ്ങളും രാമായണം കഥയാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. അമ്പലത്തിൻ്റെ ചുറ്റോട് ചുറ്റും ഏത് ചുവരിൽ നോക്കിയാലും ഇതുപോലുള്ള ശില്പങ്ങളാണ്. അതെല്ലാം രാമായണം കഥ, അതിലെ കഥാപാത്രങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ അകത്തും മാർബിളിൽ ഇതേപോലെ തന്നെ ശില്പങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്. ഇത് അവിടെ നിന്നാണ് നമ്മൾ ഈ പ്രസാദം കഴിച്ചത്. റൈസും വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ള ഒരു പ്രസാദമായിരുന്നു കേട്ടോ ഇത്. ഒരു നോർത്ത് സ്റ്റൈൽ ഫുഡാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഗംഗയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പൂള് പോലെ കെട്ടിയിട്ടിട്ടുള്ളത് കേട്ടോ. അതിൽ ഫ്ലവേഴ്സൊക്കെ ആളുകൾ ഒഴുക്കുന്നുണ്ടായിരുന്നു. നൈറ്റ് ടൈമിലൊക്കെ വരാണെങ്കിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.